ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷുവിൻ്റെ പുതിയൊരു ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്, അതും നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു മന്ത്ലി ടൈം ഫ്രെയിമിലായിരിക്കും നമ്മുടെ അനാലിസിസ് എല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് എല്ലാ മന്തിലും നമുക്കൊരു എൻട്രി മാർക്കറ്റിലേക്ക് കിട്ടിയെന്ന് വരില്ല, പക്ഷേ കിട്ടുന്ന സമയത്ത് നമുക്ക് എപ്പോഴും മോസ്റ്റ്ലി നിഫ്റ്റിയുടെ ബോട്ടത്തിൽ തന്നെ നമുക്കൊരു എൻട്രി കിട്ടും. അപ്പോൾ ബോട്ടത്തിൽ നിന്ന് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബുൾ റൺ മൊത്തം നമുക്ക് ക്യാപ്ചറും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കുന്ന രണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ്. ഒന്ന് RSI, രണ്ടാമത്തേത് ഒരു മൂവിങ് ആവറേജ് ആണ്, 5 പീരിയഡ് മൂവിങ് ആവറേജ്, ദാറ്റ് ടു എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. ഈ രണ്ട് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് നിഫ്റ്റിയുടെ ബോട്ടംസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ആ ബോട്ടത്തിൽ നിന്ന് നമ്മളെങ്ങനെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായ സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓഫീസ് ഗോവേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി വൺസ് നോക്കിയാൽ മതി എന്താണ് നിങ്ങളുടെ നമ്മുടെ നിഫ്റ്റി ചെയ്യുന്ന നിഫ്റ്റിയുടെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ വിത്തിൻ എ ഗ്ലാൻസ് ഓഫ് എ സെക്കൻഡ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് വളരെയധികം പവർഫുള്ളായ സ്ട്രാറ്റജിയാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ മന്ത്ലി ഒരു SIP നിഫ്റ്റിയിൽ നിന്നും ചെയ്യുന്ന ഒരാളാണ്, നിഫ്റ്റി ബീസ് എല്ലാ മന്തും വാങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇപ്പോൾ ഇതിൽ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ഒരു ബൈ ട്രിഗർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അഗ്രസീവായിട്ട് കുറച്ച് കൂടുതൽ എമൗണ്ട് നിഫ്റ്റി ബീസിലേക്ക് ഇട്ട് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്നും കൂടെ ബെറ്റർ ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് തിങ് ഈസ് RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. RSIയിൽ നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. RSIയിൽ ഇപ്പോഴും ഡിഫോൾട്ടായിട്ട് 14 പീരീഡ് ആണ് ഉണ്ടാവുക, നമ്മൾ മാറ്റി 2 പീരീഡ് ആക്കും. അതുപോലെ തന്നെ സ്റ്റൈൽസിൽ പോകുന്നു, RSI അപ്പർ ബാൻഡ് ഒഴിവാക്കുന്നു, ഇവിടെ 15 ആക്കും. ഓക്കെ, അപ്പോൾ RSI ലോവർ ബാൻഡ് 15 ആണ്. പിന്നെ നമുക്കൊന്നും കൂടെ സെറ്റിങ്സ് വിട്ട് RSI ബേസ്ഡ് മൂവിങ് ആവറേജ് ഒഴിവാക്കാം. സോ RSI സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്ന EMA, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. റൈറ്റ്, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് 9 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വീണ്ടും സെറ്റിങ്സിൽ പോവുക, 9 ഉള്ളത് 5 ആക്കുക. സോ നമ്മുടെ സ്ട്രാറ്റജിക്കുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഫൈൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ലെറ്റ്സ് സേ നമുക്ക് 2003 മുതൽ നമ്മുടെ ബാക്ക് ടെസ്റ്റിംഗ് നടത്തി നോക്കാം. അപ്പോൾ ഇവിടുത്തെ ബാക്ക് ടെസ്റ്റ് നടത്തുന്നതിനേക്കാളും മുന്നേ ഇതിൻ്റെ ബേസിക് സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഇവിടെ RSI 2 RSI 2 15 താഴെ പോകണം. അതൊരു നമുക്ക് സിഗ്നലാണ്, എന്താണ് ബോട്ടം ആവാൻ ചാൻസ് ഉണ്ട് നിഫ്റ്റി എന്നുള്ളത്. RSI 2 ഇപ്പോൾ നിഫ്റ്റി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈയിൽ നിന്ന് ഇപ്പോൾ 36% വീണു. റൈറ്റ്, അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ നിഫ്റ്റി വാങ്ങിയിട്ടുണ്ട് എല്ലാ മാസം എന്നുണ്ടെങ്കിൽ ആ ഒരു 36% വീഴ്ച നമ്മൾ ക്യാരി ചെയ്യണം, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ കാണിച്ചു തരാം, പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ബോട്ടത്തിൽ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സീ. ഒന്നാമത്തെ കേസ്, നിഫ്റ്റി വീണ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നു RSI 2 എത്രയാണ്, മന്ത്ലി ടൈം ഫ്രെയിമിലാണിത്. RSI 2 15 താഴെ പോയിട്ടുണ്ട്, 6.63 ആണ് RSI 2. റൈറ്റ്, അപ്പോൾ എന്താണ് ചെയ്യുന്നത്, അടുത്ത ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് അടുത്ത ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് തന്നെ നമുക്ക് വേണം, അതുമാത്രം പോരാ, ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് അതിന് മുന്നത്തെ ഒരു ക്യാൻഡിലിൻ്റെ ഹൈൻ്റെ മുകളിൽ ക്ലോസും ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലോസ് ചെയ്തില്ല, അടുത്ത മുന്നത്തെ ക്യാൻഡിലിൻ്റെ ഹൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ക്ലോസ് എബോവ് ഈ ഒരു എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് നമുക്ക് വേണം, എങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 2004 മെയ് 3 നിഫ്റ്റി 6.63 എത്തി. അതായത് 2004 മെയിലത്തെ ക്യാൻഡിൽ നിഫ്റ്റി 6.63 എന്നൊരു വാല്യൂ എത്തി. തിരിച്ച് ഈ ഒരു ക്യാൻഡിലാണ് ഈ ഒരു ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്യുന്നത്. അത് എത്ര, ജൂലൈയിലാണ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഒരു ട്രേഡ് എടുക്കും, അതോടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയ്ക്ക് നിഫ്റ്റി ആഡ് ചെയ്യും. ഇതാണ് സ്ട്രാറ്റജി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ മൂവ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ
എവിടെയൊക്കെ ആഡ് ചെയ്ത് എത്രമാത്രം പ്രോഫിറ്റബിൾ ആവും, എത്രമാത്രം ട്രേഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടി, സെയിം തിങ് 15 താഴെ പോയി, സ്ട്രോങ് ക്ലോസ് എബോവ് ദ 5 EMA ആസ് വെൽ ആസ് ഹൈ ഓഫ് ദ ക്യാൻഡിൽ. നമ്മൾ വീണ്ടും ഒരു ട്രേഡ് ഇവിടെ എടുക്കുന്നു, ഓർ നമ്മൾ ഇവിടെ വീണ്ടും ഒരു നിഫ്റ്റി ഒരു ബൾക്കായിട്ട് നമ്മളിവിടെ വാങ്ങുന്നു, നിഫ്റ്റി ബീസ്. പിന്നെ നമുക്ക് അത് എപ്പോഴായിരുന്നു, 2005 മെയിലാണ്. അതിനുശേഷം ഒരു ബുൾ റൺ തന്നെ കിട്ടി. നമ്മൾ ഈ ഒരു ലോയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു എൻട്രിയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 200% മൂവ് ആണ് നമുക്ക് കിട്ടിയത്. 1, 2, 3 കൊല്ലം 4 കൊല്ലം കൊണ്ട് 200% മൂവ് തന്ന നിഫ്റ്റി. 2 എൻട്രി ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് കോമ്പൗണ്ടിങ് വളരെ ഫാസ്റ്റിലായിരിക്കും നടക്കുന്നത്. വീണ്ടും നമ്മൾ നമ്മുടെ സിഗ്നൽ വരാൻ വേണ്ടി കാത്തു നിന്നു. ഇവിടെ 14 താഴെ വന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കേസ് ഇതിന് മുകളിൽ ഈ ഒരു ക്യാൻഡിലിന് മുകളിൽ ക്ലോസ് തന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുണ്ടെങ്കിലും ചെറിയൊരു വിക്കൊക്കെ ഉണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കാം, നോ പ്രോബ്ലം. ഇവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വെച്ചാൽ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ നമ്മളിത് ക്യാരി ചെയ്യുന്നു. പക്ഷേ ഓൾറെഡി നമ്മൾ ഇവിടെ എടുത്ത ട്രേഡുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആവറേജ് ഔട്ടായിട്ട് എങ്ങനെ ഈ ലെവലൊക്കെ വരുള്ളൂ, നമുക്ക് ലോസിലേക്ക് പോവില്ല. തിരിച്ചു വന്നു. വീണ്ടും RSI നോക്കുവാണെങ്കിൽ RSI 2 നോക്കുവാണെങ്കിൽ 10.36 വന്നു. പക്ഷേ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് മൂവിങ് ആവറേജിൻ്റെ മുകളിലും ഒരു ക്ലോസ് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിലും ക്ലോസ് വന്നിട്ടില്ല. വി വിൽ വെയിറ്റ്. വീണ്ടും ഇവിടെ നോക്കുവാണെങ്കിൽ വീണ്ടും 3.72 വളരെ ബെയറിഷ് ആയിട്ടൊരു RSI സിഗ്നൽ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഒരു ബൈ വരുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എല്ലാം ഒരു ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്ത് ഇവിടെയാണ് ക്ലോസ് ചെയ്തത് മാർച്ച് 2009. അപ്പോൾ ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇവിടെ നല്ലൊരു ബുൾ റൺ തന്നെ കിട്ടി. ഇവിടത്തുള്ള ഈ ട്രേഡും കൂടെ ആവറേജ് ഔട്ട് ആയപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയപ്പോൾ വീണ്ടും പ്രോഫിറ്റബിളായ എല്ലാ ട്രേഡുകളും. വീണ്ടും ഇവിടെ 15.01 ആണ് നമ്മൾ ട്രേഡ് എടുക്കുകയില്ല, 15 താഴെയാണ് വേണ്ടത്. ഇവിടെ വീണ്ടും 6.08. അതിനുശേഷം ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. നമ്മൾ വീണ്ടും ഇവിടെ ട്രേഡ് ഒരു ബൾക്കായിട്ട് വാങ്ങണം, എങ്കിലും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് കാണത്തുള്ളൂ. ഇവിടെ വാങ്ങുന്നു, പിന്നെയും ചെറുതായിട്ട് താഴത്തേക്ക് പോയി, ഡസൻ മാറ്റർ. വീണ്ടും മുകളിലേക്ക് വന്നു, വീണ്ടും 13.90 എൻ്റർ അഗെയിൻ. ഇവിടെ വീണ്ടും വാങ്ങുന്നു നമ്മൾ, വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും എത്ര 6.29. വീണ്ടും ഇവിടെ വാങ്ങുന്നു, റൈറ്റ്. വീണ്ടും മുകളിലേക്ക് പോയി, നിഫ്റ്റി മുകളിലേക്ക് പോയി, 16, 15 ഒന്നും ആയില്ല. പക്ഷെ ഇതാ ഇവിടെ നോക്കുമ്പോൾ 5.20, അതുപോലെ തന്നെ 1.48 എന്നുള്ള നമ്പറൊക്കെ വന്നിട്ടുണ്ട്. 1 പോയിന്റിലൊക്കെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ വാങ്ങാം. പക്ഷേ ഞാൻ അത് അഡ്വൈസ് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു ക്ലോസ് എബോവ് ദ ക്യാൻഡിൽ തന്നെ നോക്കിയിട്ട് വാങ്ങാം. ഇവിടെ നമ്മൾ വാങ്ങുന്നു, വീണ്ടും സെയിം തിങ് 15 താഴെ പോയി, വീണ്ടും നമ്മൾ ഇവിടെ വാങ്ങുന്നു, വീണ്ടും 15 താഴെ പോയിട്ടില്ല. ഇവിടെ 15 താഴെ പോയി, വീണ്ടും നമ്മളിവിടെ വാങ്ങുന്നു, വീണ്ടും കോവിഡ് ക്രാഷ് താഴെ വന്നു, 15 താഴെ പോയി. ഇവിടെ നോക്കുമ്പോൾ 1.47 ഞാൻ പറഞ്ഞത്. 1 പോയിൻ്റൊക്കെ വന്നാൽ നമുക്ക് ഇവിടെ തന്നെ വാങ്ങാം. പക്ഷേ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കാത്തത് കുറച്ചുകൂടി ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതായത് ഇവിടെയാണ് വന്നത് എൻട്രി ട്രിഗർ ആയത്. ഇവിടുത്തെ ഒരു എക്സ്ട്രീം ബുള്ളിഷ് മൂവാണ് നമുക്ക് കിട്ടിയത്. 80% മൂവ് ഇൻ എ മാറ്റർ ഓഫ് ഇയർ ഓർ 1.5 ഇയർ എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. ഒരു കൊല്ലം നിങ്ങൾ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ 8% കിട്ടുന്നത്. അവിടെയാണ് നമുക്ക് 80% മൂവ് കിട്ടുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം. വീണ്ടും എവിടെയാ 7.18 ഇവിടെ ഒരു എൻട്രി, വീണ്ടും ഇവിടെ വന്നില്ല. ഇനിയിപ്പോൾ അപ്പോൾ നമ്മൾ ലാസ്റ്റ് എൻട്രി വന്നത് എവിടെയാണ്? ജൂലൈ 2022 അവിടെ നിന്ന് ഇങ്ങോട്ട് 50% മൂവ്, അതായത് എത്ര 26 ബാർസ്, അതായത് 2 വർഷവും 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് 51% കിട്ടിയത്. ഇതേ എമൗണ്ട് നിങ്ങൾ FDയിൽ ഇടുകയാണെങ്കിൽ 8% വെച്ച് എത്ര കോമ്പൗണ്ട് ചെയ്ത് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് നിഫ്റ്റിയിലേക്ക്. അതുപോലെ നിങ്ങൾ നോക്കി ഈ ഒരു ആരോസൊക്കെ നമ്മുടെ എൻട്രിയാണ്. മിക്കവാറും ഇവിടുത്തെ ഒരു എൻട്രി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സമയത്തും നമ്മൾ നിഫ്റ്റിൻ്റെ ബോട്ടത്തിലാണ് എൻട്രി ചെയ്തിരിക്കുന്നത്. ഇത് കോമ്പൗണ്ട് ചെയ്യുമ്പോൾ വളരെ വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് ഒരു 5 10 കൊല്ലം 20 കൊല്ലത്തേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരും.
ഈ ഒരു സ്ട്രാറ്റജി വളരെയധികം പവർഫുള്ളായ സ്ട്രാറ്റജിയാണ്. ഒരുപാട് മാർക്കറ്റും കാര്യങ്ങളൊന്നും നോക്കാൻ താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ ഇപ്പോഴും നല്ല ബിസിയാണ് നിങ്ങളുടെ ജോബിൽ, എന്നാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു സ്ട്രാറ്റജി ഇപ്പോഴും ഓർത്ത് വെക്കാവുന്ന സ്ട്രാറ്റജിയാണ്. കാരണം ഒന്നും കൂടെ ഞാൻ പറയുന്നു, എല്ലാം നിഫ്റ്റീൻ്റെ ബോട്ടത്തിലാണ് നമ്മുടെ എൻട്രി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് നിഫ്റ്റി ബേസിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങും, ഇവിടെ എല്ലായിടത്തും ഒരു വാങ്ങി, പിന്നെ അത് ആവറേജ് ഔട്ട് ചെയ്ത് പോവാണ് മുകളിലേക്ക്. പക്ഷെ നമ്മൾ ഈ ബോട്ടത്തിൽ ഇവിടെയുള്ള നിങ്ങൾ ഈ എല്ലാ മന്തിലും കുറച്ച് SIP ചെയ്ത്, പക്ഷേ ബോട്ടത്തിൽ വലിയൊരു എമൗണ്ട് ലംസമായിട്ട് നിഫ്റ്റിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എപ്പോഴും നോക്കി ബോട്ടത്തിൽ തന്നെ നിഫ്റ്റി വാങ്ങാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുന്നതിനേക്കാളും ലാഭം നിഫ്റ്റി ബേസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇത് നിഫ്റ്റി ബേസിൽ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ബാങ്ക് ബേസ്, IT ബേസിലൊക്കെ നമുക്ക് ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടി ഡൈവേഴ്സിഫൈ ചെയ്ത് പോവുകയും ചെയ്യും നിങ്ങളുടെ പോർട്ട്ഫോളിയോ. സോ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു ബേസിക് സ്ട്രാറ്റജിയാണ്, ഈസി സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ please do subscribe as well as like the video, as well as please do comment. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നാൽ എവിടെ തുടങ്ങണമെന്ന് അറിയില്ല എന്നുള്ള ഡൗട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു, ഹാപ്പി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹാപ്പി ട്രേഡിംഗ്.